നോക്ക്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ദയവ് ഇതിങ്ങനെ കരയാതിരിക്കും. നീ കേട്ടല്ലോ, ചെറുക്കന് നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വിദ്യാഭ്യാസമുള്ളവനാ, കുടുംബമാണെങ്കിലും നല്ലൊരു കുടുംബമാണ്. നമ്മൾ എങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ചാലും ഇത്രയും നല്ലൊരു ബന്ധം ഇനി നമുക്ക് കിട്ടില്ല. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് മനസ്സിലാകും മൺകുട്ടി, നിനക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. എന്നാൽ ആ തീരുമാനം എല്ലാവർക്കും സന്തോഷമുള്ളതായിരിക്കണം. അപ്പോഴേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഓരോ ദിവസവും നിന്റെ ഭാവിയെപ്പറ്റി ആലോചിച്ച് എനിക്കെൻ്റെ ജോലി പോലും ശരിക്ക് ചെയ്യാൻ പറ്റാതായിരിക്കുക. പ്ലീസ്. എന്താ മണിക്കുട്ടി, നിനക്ക് സമ്മതമാണോ? അമ്മായി, മണിക്കുട്ടിക്ക് എതിർപ്പൊന്നുമില്ലാന്ന് വിചാരിക്കുക അല്ലേ? എന്റെ വാക്ക് നീ അനുസരിക്കില്ലേ മണിക്കുട്ടി എന്ന് ചോദിച്ച് എന്നൊരു പമ്പര വിഡ്ഢിയാക്കിയില്ലേ മുരളിയേട്ടാ? ഇങ്ങനൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നറിഞ്ഞോണ്ട് ആ പയ്യൻ എനിക്ക് ഇഷ്ടമായില്ലെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എങ്ങനെ ചോദിക്കാൻ തോന്നി? അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു അല്ലേ? അമ്മ ആളെ കൊള്ളാലോ. ഇറച്ചി വിലക്ക് തൂക്കി വെക്കാനായിട്ട് കശാപ്പ് കടയിൽ കൊടുക്കായിരുന്നില്ലേ ഇതിലും ഭേദം? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു നാടകത്തിന് കൂട്ടി നിൽക്കാൻ തോന്നി? ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് അമ്മ എന്നെ ചതിക്കായിരുന്നല്ലേ? മണിക്കുട്ടി, ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ എങ്ങനെ കഴിഞ്ഞു? എല്ലാത്തിനും സാക്ഷിയായിട്ട് അമ്മ അവരുടെ കൂടെ കൂടിയല്ലേ? മണിക്കുട്ടി, അവരെ നീ വെറുതെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ തന്നെ അവരോട് മണിക്കുട്ടിയോട് ഒന്നും പറയാതെ വേണം കൂട്ടിക്കൊണ്ടുവരാനെന്ന് പറഞ്ഞത്. ഞാൻ നേരിട്ട് അവളോട് സംസാരിച്ച് മണിക്കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചോളാന്നും പറഞ്ഞിരുന്നു. ശരി മുരളിയേട്ടാ, മുരളിയേട്ടന് ഇത്രയും പാടുപെട്ടതല്ലേ? മുരളിയേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് കല്യാണത്തിന് സമ്മതം. ശരി ശരി മണിക്കുട്ടി, എനിക്കിത് കേട്ടാ മതി. പക്ഷെ എന്റെ ശരീരം മാത്രമേ ഈ കല്യാണത്തിന് നിൽക്കൂ. അത് ആ മനുഷ്യനെ ചതിക്കുന്ന പോലെയല്ലേ? മുരളിയേട്ടനല്ലാതെ മറ്റാരും എന്റെ കഴുത്തി കെട്ടുന്ന താലി തൂക്കുക എന്ന തുല്യ മുരളിയേട്ട. അങ്ങനെ എന്നെ കുരുതി കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതം. വേണോ വേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. കല്യാണത്തിന്റെ അന്ന് മുരളിയേട്ടനെ പൗർണമി ജീവന് തുല്യം സ്നേഹിച്ചിരുന്നെന്ന് നാട്ടുകാരെല്ലാം പറയും. സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചാ അല്ലായിരുന്നു എന്ന് ഞാൻ ആരോടും പറയില്ല. ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാ. ഞാൻ നന്നായി ജീവിക്കാൻ വേണ്ടിയല്ല മുരളിയേട്ടൻ ഇങ്ങനെ പാടുപെടുന്ന. പക്ഷെ മറ്റൊരാളുടെ താലി എന്റെ കഴുത്തി കയറുന്ന ആ നിമിഷം ഞാൻ മരിച്ചതിന് തുല്യായിരിക്കും. അതിന് മുരളിയേട്ടന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് തയ്യാറാവാം മുരളിയേട്ടാ. ഞാൻ എന്നെ മരിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ കുരുത്തു കൊടുക്കാനാണ് എല്ലാരും കൂടി എന്നെ രക്ഷിച്ചത്. ഇതിലും ഭേദം മരണം തന്നെയായിരുന്നില്ലേ? മരിക്കും വരെ മുരളിയേട്ടനല്ലാതെ മറ്റാർക്കും എന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല മുരളിയേട്ടാ. മുരളിയുടെ ശ്വേത ചേച്ചി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റാ. പക്ഷെ ഞാനിത് മുരളിയേട്ടനോടല്ലാതെ മറ്റാരോടാ പറയാ? ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ അവരുടെ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് സമ്മതാണെന്ന് പറയണം, അത്രയല്ലേ ഉള്ളൂ. വന്നി മുരളിയേട്ടാ, ഞാൻ പറഞ്ഞോളാം.